to my channel Taste by Ash. Calicut സീരീസിലെ ഡേ 2 ആണ് ഇന്ന്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇസ് പൊൻകുന്നം ഹിൽസ് വ്യൂ പോയിന്റ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തണം. എന്ത് രസമല്ലേ, നോക്കൂ ഗൈസ്, വ്യൂ അടിപൊളി. എന്നുവെച്ചാൽ ഇപ്പം തന്നെ ഇതാ വ്യൂ എങ്കിൽ ഇനിയിപ്പം മുകളിലോട്ട് കയറുമ്പോൾ എന്തായിരിക്കും. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കയറ്റമൊക്കെ ഉണ്ട്. ഒരു എക്സസൈസായി. എന്താ അമ്മേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളവിടെ ഓൾറെഡി എത്തി ക്യാമ്പിങ് തുടങ്ങിയെന്ന് തോന്നുന്നു. എന്തുവാ ഓർക്കിഡ് പോലത്തെ പൂവോ എവിടെ? അവിടെയൊക്കെ ഉണ്ടല്ലോ. വ്യൂ ഒന്ന് നോക്കുക ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. എന്നുവെച്ചാൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദ വ്യൂ യു ഗെറ്റ് ഇസ് ലൈക്ക് ജസ്റ്റ് സീ. വാവ്, ഇനിയുണ്ട് കേട്ടോ കയറാൻ. പക്ഷേ നമുക്ക് അവിടെ വരെ ഉണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്കും ലെവൽ മാറും. നല്ല കയറ്റം കയറുന്നുണ്ട്, ഇടയ്ക്കുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് പീക്കിലെത്തി. ഓൾമോസ്റ്റ് ഓക്കെ. നമ്മളിപ്പോൾ ഈ ഒരു പോയിൻ്റ് വരെ കയറുന്നുള്ളൂ. ഇതിനപ്പുറത്തേക്കും വേറൊരു സൈഡുണ്ട്, അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മളിപ്പം ഇവിടം വരെ ഇപ്രാവശ്യം കയറുന്നുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു നമ്മുടെ പീക്ക് പോയിൻ്റ് ഇത് കണ്ടോ. അപ്പുറത്തേക്കുണ്ടോ ആ മലയിലോട്ടും കുറേ പേര് പോകാറുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഒച്ചയൊക്കെ കേൾക്കാം, അവിടെ നിന്ന് ആൾക്കാരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന്. ഇവിടെ ഒരു കടയുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാം. അവിടെ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ട്, എന്താണെന്നറിയില്ല, എന്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയാണോ എന്നറിയില്ല കേട്ടോ. ആൾക്കാരിവിടെ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു സമയത്ത് വരും, കാരണം ഇവിടെ ഭയങ്കര കോടയായിരിക്കണം. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് വന്നത്, രാവിലെ തന്നെ. പക്ഷേ ആ ഒരു ടൈം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറുമ്പോൾ ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ടായിരുന്നു ആ ഒരു സെറ്റ്. അപ്പം അങ്ങനെ വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ സ്ഥലം മൊത്തം കോട പിടിച്ച് നമ്മൾ കണ്ടാനെ. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മയിലിൻ്റെ സൗണ്ട് ഇങ്ങനെ കരച്ചിൽ കേൾക്കാം, പക്ഷേ ഒന്നിനെയും കാണാൻ പറ്റുന്നില്ല. പിന്നിങ്ങനെ എയറോപ്ലെയിൻ്റെ സൗണ്ട് കേൾക്കാം, പക്ഷേ പറഞ്ഞ പോലെ ഒന്നിനും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ കുറേ നോക്കി, പക്ഷേ ഇപ്പോഴും കേൾക്കാം സൗണ്ട് അവിടെ ഇടയ്ക്ക്, പക്ഷേ കാണുന്നില്ല. പൊൻകുന്ന് ഫാം സ്റ്റേ ആൻഡ് റിസോർട്ട്സ്, ഇതെവിടെയാണെന്നറിയില്ല കേട്ടോ. താഴെ ഇതിൻ്റെ ബോർഡ് കണ്ടായിരുന്നു. ഇനി നമുക്ക് കടയിൽ പോയി വെള്ളം കുടിക്കാം. എരിയുണ്ട്, നല്ല എരി. എന്തുവാ സംഭാരം. ഓക്കെ. അമ്മ എന്താ കുടിക്കുന്നേ? കട്ടൻ കുടിക്കുന്നു. വ്യൂ ഒക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കും. അയ്യോ വേലായി. പൊൻകുന്നത്തെ ഒരു മേജർ എന്താ പറയുക ലാൻഡ്മാർക്ക് എന്നൊക്കെ പറയും ഈ മരം. അങ്ങനെ ഞാനും വിചാരിച്ചൊന്ന് അതിനകത്ത് കയറി ഇരിക്കാമെന്ന്. ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഒന്ന് വ്യൂ അവിടെ ഇരുന്ന് ആസ്വദിച്ചതിന് ശേഷം ഞാനും അവിടെ നിന്ന് ചാടി അങ്ങോട്ട് ഇറങ്ങി. ഈ മരമാണ് എല്ലാവരും ഇവിടെ വന്നാൽ ഫോട്ടോ എടുക്കുന്ന ദാറ്റ്ലി മരം. എന്ത് പ്രഭ.
ഇത് മനോഹരമായ സ്ഥലമല്ലേ, ഇതൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞല്ലോ. എന്തെന്ന് അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മയൂർ ഇറങ്ങാൻ നല്ല പാടാട്ടോ. കാര്യം ഇതെന്താണ് പരിപാടി? ഇറങ്ങാൻ സ്ലോപ്പായോണ്ടേ വളരെ വളരെ സൂക്ഷിച്ച് പോകണം. ഇതുണ്ട്, ഇങ്ങനത്തെ കല്ലുകളുണ്ട്. അപ്പോൾ ചവിട്ടാണ്ട് അതിനകത്ത് ചവിട്ടാണ്ട് പതുക്കെ പോവാൻ മാക്സിമം ശ്രമിക്കേണ്ടതാണ്. സോ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെന്താ എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാലേ, ആ ഒരു ചേട്ടനവിടെ ആ ഒരു കടയായിട്ട്. കാര്യം നമുക്ക് അറിയാം ഇവിടെ ഇത്രയും കയറി എത്തുമ്പോഴത്തേക്കും ഒരു പരുവാകുമെന്നും. ചിലവർ നമ്മൾ ആക്ച്വലി വെള്ളമൊക്കെ കയ്യിലൊന്ന് കരുതിയായിരുന്നു, കാരണം നമുക്കറിയാം നമ്മുടെ അവസ്ഥയെ. പക്ഷേ എന്നാലും അവിടെ സംഭാരമൊക്കെ ഉണ്ടായി. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ തണുത്ത സംഭാരമൊക്കെ ആ ഒരു സമയത്ത് കുടിക്കാമെന്ന് വെച്ചാൽ എന്ത് രസമായിരിക്കും അറിയോ. ഈ സമയത്ത് ഇങ്ങനെ കയറി ആ വെയിലത്തിങ്ങനെ നിൽക്കുമ്പോൾ നല്ല ചൂട് നല്ല തണുത്ത സംഭാരം കുടിക്കാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തണുത്ത ഉള്ളിലൊക്കെ കയറുമ്പോൾ എന്തൊരു സുഖമായിരിക്കും. അവിടെയാണ് കോഴിക്കോട് സിറ്റി എന്ന് തോന്നുന്നു. ഇവിടെ എവിടെയോ ഒരു ദേവിയുടെ അമ്പലമുണ്ടെന്ന് തോന്നുന്നു. നമുക്കിങ്ങനെ പാട്ട് കേൾക്കാം, അവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ആ ട്രെക്കിങ് കഴിഞ്ഞ് തിരിച്ചെത്തി. ഇത് കൊള്ളാം, അത് കല്ലായിരുന്നു. ഇവിടെ ഇരിക്കരുത്. ഓക്കെ, കുറച്ച് താഴോട്ട് പോയാൽ കുറച്ച് നടന്നാൽ മതി. ആ ഒരു ഭാഗത്തായിട്ട് പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. ഇതുകൊണ്ട് ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടി സംഭവമൊക്കെ സ്റ്റീലിൻ്റെ സാധനം വെച്ചേക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർക്കിംഗ്. തിരിച്ചിറങ്ങി വിശന്നപ്പോൾ ഞാൻ കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് തിന്നാൻ തുടങ്ങി. സ്ഥലം കണ്ടൊരു വാലി പോലെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടാന്നല്ലേ? ദിസ് ഇസ് ദ സ്വിറ്റ്സർലൻഡ് ഓഫ് കാലിക്കറ്റ്, കരിയത്തുംപാറ. ഈ സ്ഥലത്ത് ഇങ്ങനെ വിളിക്കുന്നത് ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ ചുറ്റും എന്താ ഫുൾ മലനിരകളും വെള്ളവും, അത് നല്ല ഫ്രഷ് വെള്ളം, ഈ ഒരു കല്ലുകളും എല്ലാം മൊത്തത്തിൽ അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും വാഷ്റൂംസും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മൊത്തത്തിൽ ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നാൽ അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ അധികം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, കാര്യം ഞാൻ ഫുൾ ടൈം വെള്ളത്തിലായിരുന്നു. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറാനേ തോന്നില്ല. അത്രയ്ക്ക് വൈബോട്ടോ. എന്ന് വെച്ചാൽ നല്ല തണുത്ത ഫ്രഷ് വെള്ളം ഇങ്ങനെ വരുന്നു, അതിനകത്ത് നമ്മളിങ്ങനെ കിടക്കുന്നു. അന്തസ്. അങ്ങനെ ഫൈനലി വെള്ളത്തിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ അപ്പുറത്തുള്ള കടയിൽ നിന്ന് ചായയും പിന്നെന്താ പഴംപൊരിയും ഒക്കെ കഴിച്ചു. എനിക്കതിനകത്ത് പലതില്ലായിരുന്നു. എന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്നല്ലേ, ഇതാണ് നമ്മളിപ്പോൾ വന്നത്. അവിടെ നിന്ന് തന്നെയാണ് ഇനി നമ്മൾ കൊണ്ടിരിക്കുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. അതാണ് തോണിക്കടവ് ടൂറിസം പ്രൊജക്റ്റ്. തോണിക്കടവിൻ്റെ വ്യൂ കാണാൻ നമുക്കത് അങ്ങെത്തണം. അപ്പോൾ തുടങ്ങിയാലോ? അവിടെ ഒരു കടയൊക്കെ ഉണ്ട്. അവിടെ ഐസ്ക്രീം ഉണ്ടെന്ന് വെച്ചപ്പോൾ ഐസ്ക്രീം ഇല്ലാത്ര, മൊത്തം തീർന്നു. നിറച്ച ആൾക്കാരായതുകൊണ്ടാണെന്ന് തോന്നുന്നു, എല്ലാം തീർന്നു അവിടെ. കുഴപ്പമില്ല, ഇനി എന്തായാലും നമുക്ക് വ്യൂ കണ്ട് ആസ്വദിക്കാം. സോ ഇതാണ് ഗൈസ് തോണിക്കടവിൻ്റെ വ്യൂ. അതൊരു സൈഡ്. ബാക്കി സൈഡ് അതാണ് വരുന്നത്. നല്ലൊരു വ്യൂ. ഇവിടെ ഫോട്ടോ പരിപാടികളൊക്കെ തുടങ്ങി. നമ്മൾ നേരത്തെ കുളിച്ച ആ ഒരു
ഷാല് വന്ന് ഒരു നദിയിലേക്ക് പോകാൻ അങ്ങനെ ആവാൻ തോന്നുന്നു, അതാന്ന് തോന്നുന്നത്. പിന്നെ അതിൻ്റെ ഇതാ ഈ ഒരു പോർഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇതാണ് തോണിക്കട. ഇതാണ് തോണി, അതിൻ്റെയാണ് കടൽ. ഇവിടെ എല്ലാം കണ്ടതിനൊക്കെ ശേഷം എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റിസോർട്ട് കം റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോയി നിറച്ച് ഫുഡ് കഴിച്ചു. കാര്യം ഞങ്ങൾ രാവിലെ തൊട്ട് പ്രോപ്പർ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എത്തിയപ്പോഴത്തേക്കും രാത്രിയായി, ഇരുട്ടായി. പിന്നെ അതായത് നമ്മുടെ ഹോട്ടലിലെത്തിയിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് സിറ്റി ഒന്ന് കറങ്ങിയാലോ, ഇൻ ദ സെൻസ് ഒന്ന് നടന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ ഒന്ന്. അപ്പോൾ നമ്മളവിടെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നൊരു ബേക്കറി കയറി നല്ല കാപ്പിയും പിന്നെന്താ അവിടുത്തെ മലബാറി സ്നാക്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള നമ്മുടെ കാലിക്കറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങോട്ട് കയറി ചുമ്മാ അവിടെ തേരാപ്പാര നടക്കാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ തന്നെ റൂമിന് ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കാലിക്കറ്റിൽ നിന്നും വിട പറഞ്ഞുകൊണ്ട് എറണാകുളത്തേക്ക് തിരിച്ചു. രാവിലെ നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നല്ല വെയിലുമായി. വരുന്ന വഴിക്ക് കാടാമ്പുഴയിലൊന്ന് ഇറങ്ങി തൊഴുതു. പിന്നെ പോയി നമ്മൾ കുറ്റിപ്പുറത്തെ മഹാദേവരുടെ അമ്പലത്തിലെത്തി. ഞാൻ തീരെ കുഞ്ഞായിരുന്ന സമയത്ത് ലാസ്റ്റ് ഇവിടെയൊക്കെ വന്നതെന്നാണ് അമ്മ പറയുന്നത്. ഇടയ്ക്കൊന്ന് ഉഷാറാവാൻ വേണ്ടി ചായ കുടിക്കാൻ ഇറങ്ങി. പിന്നെ കടിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ കഴിഞ്ഞ് വീട്ടിലെത്തി. ഔട്ടർ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും ഓക്കെ ബൈ.